നമസ്കാരം, അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കോപ്പറേറ്റീവ് ബാങ്ക് എക്സാംസിനും കോർപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബാങ്കിങ് എക്സാംസിനും ഒക്കെ യൂസ്ഫുൾ ആയിട്ട് ഉള്ള ഒരു ടോപ്പിക്കാണ് USSD. ഇപ്പോൾ USSD ബേസ് ചെയ്ത് കഴിഞ്ഞ സെക്രട്ടറിയുടെ എക്സാമിന് അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ എക്സാമിന് ഒരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് USSD എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇത് HDC ടെക്സ്റ്റിൻ്റെ ബേസിൽ തന്നെയുള്ള നോട്ട്സാണ്. ഇപ്പോൾ USSD എന്ന് പറഞ്ഞാൽ അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസ് ഡേറ്റ. USSDയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസ് ഡേറ്റയാണ്. ഇപ്പോൾ USSD എന്ന് പറയുന്നത് ഒരു മൊബൈൽ ബാങ്കിങ് ഫെസിലിറ്റിയാണ് ദാറ്റ് എനേബിൾസ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ടു യൂസ് മൊബൈൽ ബാങ്കിങ് ഈവൻ വിത്തൗട്ട് സ്മാർട്ട് ഫോൺസ് ഓർ ആൻ ഇൻ്റർനെറ്റ് കണക്ഷൻ. അപ്പം USSD വെച്ചിട്ട് നമുക്ക് മൊബൈൽ ബാങ്കിങ് ഫെസിലിറ്റി സ്മാർട്ട് ഫോണോ ഇൻ്റർനെറ്റ് കണക്ഷനോ ഒന്നും ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യുന്ന കോഡ് എന്ന് പറയുന്നത് *99# ആണ്. സച്ച് യൂസേഴ്സ് ക്യാൻ യൂസ് ദ *99# കോഡ് ടു ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് വേരിയസ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഫോർ ട്രാൻസ്ഫറിങ് ഫണ്ട്സ്, ചെക്കിംഗ് അക്കൗണ്ട് ബാലൻസസ്, ജനറേറ്റിംഗ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് അതർ എസെൻഷ്യൽ ഫെസിലിറ്റീസ്. അപ്പം *99# കോഡ് യൂസ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻസിൻ്റെ ഒക്കെ ഡീറ്റെയിലും അക്കൗണ്ട് ബാലൻസ് നോക്കാനും സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കാനും ഒക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഫണ്ട് ട്രാൻസ്ഫർ ലിമിറ്റ് പെർ ഡേ എന്ന് പറയുന്നത് 5000, പെർ ആനം വരുന്നത് 50000 ആണ്. അപ്പം USSDയുടെ ഫണ്ട് ട്രാൻസ്ഫർ ലിമിറ്റ് പെർ ഡേ ആണെങ്കിൽ 5000, 50000 പെർ ആനം, അതായത് ഒരു വർഷം 50000, ഒരു ദിവസം ട്രാൻസ്ഫർ ചെയ്യാവുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് 5000. USSD വാസ് ലോഞ്ച്ഡ് ബൈ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഡിസൈൻഡ് ടു പ്രൊവൈഡ് മൊബൈൽ ബാങ്കിങ് ഫെസിലിറ്റീസ് ടു മെമ്പേഴ്സ് ഓഫ് ദി എക്കണോമിക്കൽ വീക്കർ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ഹു വെയർ പ്രീവിയസ്ലി അണ്ടർ ബാങ്ക്ഡ്. ഇപ്പോൾ USSD ലോഞ്ച് ചെയ്തത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്, NPCI ആണ്. അപ്പം ഇത് ഡിസൈൻ ചെയ്തതെന്ന് പറഞ്ഞാൽ മൊബൈൽ ബാങ്കിങ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിനും യൂസ് ചെയ്യാൻ പറ്റണം. നേരത്തെ ഇതൊന്നും യൂസ് ചെയ്ത് പരിചയമില്ലാത്തവർക്കും പിന്നെ മൊബൈൽ ബാങ്കിങ് ഇൻ്റർനെറ്റ് കണക്ഷനോ സ്മാർട്ട് ഫോണോ ഒന്നും ഇല്ലാതെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് വീക്കർ സെക്ഷൻസിന് വേണ്ടി NPCI ലോഞ്ച് ചെയ്തതാണ് USSD. USSD സർവീസസ് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള സർവീസ് ഫീച്ചേഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് USSNും മറ്റേത് USSRും. ഇപ്പോൾ USSN എന്ന് പറഞ്ഞാൽ അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസസ് നോട്ടിഫൈ. അണ്ടർ ദിസ് ഫീച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ അലൗഡ് ടു സെൻഡ് മെസ്സേജസ് ടു ദ സബ്സ്ക്രൈബേഴ്സ് ഓർ എൻഡ് യൂസേഴ്സ്. ദീസ് ആർ നോൺ മെനു ബേസ്ഡ് ആൻഡ് ആർ യൂസ്ഡ് ജസ്റ്റ് ഫോർ എ നോട്ടിഫിക്കേഷൻ ഓർ ആൻ ഇൻഫോ ഫ്ലാഷ്. അപ്പോൾ USSN എന്ന് പറഞ്ഞാൽ അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസസ് നോട്ടിഫൈ ആണ്. അപ്പോൾ ഈ ഫീച്ചർ പ്രകാരം ഡിപ്പാർട്ട്മെൻറ്റ്സിന് സബ്സ്ക്രൈബേഴ്സിനോ എൻഡ് യൂസേഴ്സിനോ ഒക്കെ മെസ്സേജസ് സെൻഡ് ചെയ്യാൻ പറ്റും. ഇത് നോൺ മെനു ബേസ്ഡ് ആണ്. അത് ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു ഇൻഫോ ഫ്ലാഷിനോ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് USSR, രണ്ടാമത്തെ ഫീച്ചർ. അതെന്ന് പറഞ്ഞാൽ അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസസ് റെസ്പോൺസ്. Under this feature, departments have the facility to send menu to the subscribers in place of a simple flash. ഇപ്പോൾ USSR എന്ന് പറഞ്ഞാൽ അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസസ് റെസ്പോൺസ് ആണ്. ഈ ഫീച്ചർ പ്രകാരം ഡിപ്പാർട്ട്മെൻറ്റ്സിന് മെനു സബ്സ്ക്രൈബേഴ്സിന് സെൻഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു ഫ്ലാഷിൻ്റെ പ്ലേസിൽ മെനു സെൻഡ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്സിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് USSR പ്രകാരം. USSR എന്ന് പറഞ്ഞാൽ അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസസ് റെസ്പോൺസ്. USSN ആണെങ്കിൽ അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസസ് നോട്ടിഫൈ. USSD വരുന്നത് അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസ് ഡേറ്റ. ജസ്റ്റ് അതിൻ്റെ എക്സ്പാൻഷനൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. യൂസിങ് USSD മണി ക്യാൻ ബി ട്രാൻസ്ഫേർഡ് വയ UPI ID, മൊബൈൽ നമ്പർ, IFSC കോഡ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് നമ്പർ. ഇപ്പോൾ USSD വഴി മണി ട്രാൻസ്ഫർ ചെയ്യാവുന്നത് UPI ID വഴി ട്രാൻസ്ഫർ ചെയ്യാം, മൊബൈൽ നമ്പർ വഴി ട്രാൻസ്ഫർ ചെയ്യാം, IFSC കോഡ് വഴി ട്രാൻസ്ഫർ ചെയ്യാം, ബാങ്ക് അക്കൗണ്ട് നമ്പർ വഴി ട്രാൻസ്ഫർ ചെയ്യാം.
അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ യൂസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുവാണ്. ജസ്റ്റ് അതിൻ്റെ ഒരു സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ *99# രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിന്ന് ഡയൽ ചെയ്യണം. സെലക്ട് നമ്പർ 1 ഫോർ സെൻഡ് മണി. ഇപ്പോൾ മണി അയക്കാനായിട്ട് നമ്പർ 1 സെലക്ട് ചെയ്യുക. സെലക്ട് നമ്പർ 1 ടു സെൻഡ് മണി ത്രൂ മൊബൈൽ നമ്പർ. അപ്പോൾ മൊബൈൽ നമ്പർ വഴി മണി അയക്കാനായിട്ട് നമ്പർ 1 സെലക്ട് ചെയ്യണം. എൻ്റർ ദ ബെനിഫിഷ്യറീസ് മൊബൈൽ നമ്പർ ആൻഡ് കൺഫേം. അപ്പോൾ ആർക്കാണോ കിട്ടേണ്ടത് അവരുടെ മൊബൈൽ നമ്പർ അടിച്ച് അത് കൺഫേം ചെയ്യുക. എൻ്റർ ദ എമൗണ്ട് ആൻഡ് കൺഫേം. എത്രയാണ് തുകയെന്ന് അടിക്കുക, എന്നിട്ടത് കൺഫേം ചെയ്യുക. എൻ്റർ റിമാർക്സ് ഇഫ് എനി ആൻഡ് കൺഫേം. ഇപ്പോൾ റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതുക, എന്നിട്ടത് കൺഫേം ചെയ്യുക. എൻ്റർ യുവർ UPI പിൻ ടു ഓതൻറ്റിക്കേറ്റ് ആൻഡ് ദ ട്രാൻസാക്ഷൻ ഈസ് സക്സസ്ഫുൾ. അപ്പോൾ നമ്മുടെ UPI പിൻ അടിക്കണം. അത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയിക്കോളും. അപ്പോൾ ഇത്രയാണ് മൊബൈൽ നമ്പർ വഴി നമ്മൾ USSD വഴി മണി ട്രാൻസ്ഫർ ചെയ്യുവാണേലുള്ള സ്റ്റെപ്സ്. ഇപ്പോൾ USSD വഴി മണി ട്രാൻസ്ഫർ ചെയ്യാവുന്നത് UPI ID, മൊബൈൽ നമ്പർ, IFSC കോഡ്, പിന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ. അപ്പോൾ നമുക്ക് USSD പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് നോക്കാം. ഫിനാൻഷ്യൽ സർവീസസിൽ വരുന്നത് ഫണ്ട് ട്രാൻസ്ഫർ ത്രൂ മൊബൈൽ നമ്പർ, ഫണ്ട് ട്രാൻസ്ഫർ യൂസിങ് UPI ID, ഫണ്ട് ട്രാൻസ്ഫർ യൂസിങ് ആധാർ നമ്പർ, ഫണ്ട് ട്രാൻസ്ഫർ യൂസിങ് അക്കൗണ്ട് നമ്പർ, ഫണ്ട് ട്രാൻസ്ഫർ യൂസിങ് മൊബൈൽ മണി ഐഡൻറ്റിഫയർ MMID. ഇപ്പോൾ ഫിനാൻഷ്യൽ സർവീസിൽ വരുന്നത് ഫണ്ട് ട്രാൻസ്ഫർ യൂസിങ് മൊബൈൽ നമ്പർ വരുന്നുണ്ട്, UPI ID വരുന്നുണ്ട്, ആധാർ നമ്പർ വരുന്നുണ്ട്, അക്കൗണ്ട് നമ്പർ വരുന്നുണ്ട്, മൊബൈൽ മണി ഐഡൻറ്റിഫയർ MMID വരുന്നുണ്ട്. നോൺ ഫിനാൻഷ്യൽ സർവീസ് വരുന്നത് അക്കൗണ്ട് ബാലൻസ്, സെറ്റ് UPI പിന്ന്, ചേഞ്ച് UPI പിന്ന്, ലാസ്റ്റ് 5 ട്രാൻസാക്ഷൻസ്. ഇപ്പം നോൺ ഫിനാൻഷ്യൽ സർവീസ് വരുന്നത് അക്കൗണ്ട് ബാലൻസ് നോക്കാം, UPI പിൻ സെറ്റ് ചെയ്യാം, UPI പിന്ന് ചേഞ്ച് ചെയ്യാം, ലാസ്റ്റ് 5 ട്രാൻസാക്ഷൻസ് നോക്കാം. വാല്യൂ ആഡഡ് സർവീസസിൽ വരുന്നത് ആധാർ ലിങ്കിങ് സ്റ്റാറ്റസ് അറിയാം, PMJDY അക്കൗണ്ടിൻ്റെ ഓവർ ഡ്രാഫ്റ്റ് സ്റ്റാറ്റസ് അറിയാം. അപ്പോൾ വാല്യൂ ആഡഡ് സർവീസസിൽ വരുന്നത് ആധാർ ലിങ്കിങ് സ്റ്റാറ്റസ് അറിയാം, PMJDY അക്കൗണ്ടിൻ്റെ ഓവർ ഡ്രാഫ്റ്റ് സ്റ്റാറ്റസ് അറിയാം. നമുക്ക് പോയിൻറ്റ്സ് എല്ലാം ഒന്നുകൂടെ നോക്കാം. USSD എന്ന് പറഞ്ഞാൽ അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസ് ഡേറ്റ. അപ്പം USSD എന്ന് പറയുന്നത് ഒരു മൊബൈൽ ബാങ്കിങ് ഫെസിലിറ്റിയാണ് ദാറ്റ് എനേബിൾസ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ടു യൂസ് മൊബൈൽ ബാങ്കിങ് ഈവൻ വിത്തൗട്ട് സ്മാർട്ട് ഫോൺ ഓർ ഇൻ്റർനെറ്റ് കണക്ഷൻ. ഇപ്പോൾ സ്മാർട്ട് ഫോണിനോ ഇൻ്റർനെറ്റ് കണക്ഷനോ ഒന്നും ഇല്ലാതെ മൊബൈൽ ബാങ്കിങ് ഫെസിലിറ്റി യൂസ് ചെയ്യാനാണ് USSD കൊണ്ട് നമുക്ക് പറ്റുന്നത്. അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യേണ്ട കോഡ് എന്ന് പറയുന്നത് *99# ആണ്. അപ്പം അത് യൂസ് ചെയ്തിട്ട് ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് വേരിയസ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ്, ഫോർ ട്രാൻസ്ഫറിങ് ഫണ്ട്സ്, ചെക്കിങ് അക്കൗണ്ട് ബാലൻസ്, ജനറേറ്റിംഗ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് അതർ സച്ച് എസെൻഷ്യൽ ഫെസിലിറ്റി. ഇപ്പോൾ ഫണ്ട് ട്രാൻസ്ഫർ ലിമിറ്റ് പെർ ഡേ എന്ന് പറയുന്നത് 5000, ഒരു കൊല്ലത്തെ ആണെങ്കിൽ 50,000 ആണ്. USSD ലോഞ്ച് ചെയ്തത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI ആണ്. അത് ഡിസൈൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ടു പ്രൊവൈഡ് മൊബൈൽ ബാങ്കിങ് ഫെസിലിറ്റീസ് ടു മെമ്പേഴ്സ് ഓഫ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ഹു വെയർ പ്രീവിയസ്ലി അണ്ടർ ബാങ്ക്ഡ്. USSD സർവീസ് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള സർവീസ് ഫീച്ചേഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് USSNഉം മറ്റേത് USSRഉം. USSN എന്ന് പറഞ്ഞാൽ അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസസ് നോട്ടിഫൈ ആണ്. അപ്പോൾ ഇത് പ്രകാരം ഡിപ്പാർട്ട്മെൻറ്റ്സിന്, എൻഡ് യൂസേഴ്സിനോ സബ്സ്ക്രൈബേഴ്സിനോ ഒക്കെ മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റും. ഇത് നോൺ മെനു ബേസ്ഡ് ആണ്, ജസ്റ്റ് ഒരു യൂസ്ഡ് ഫോർ എ നോട്ടിഫിക്കേഷൻ ഓർ ഇൻഫോ ഫ്ലാഷ്. ഇപ്പോൾ USSR എന്ന് പറഞ്ഞാൽ അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസ് റെസ്പോൺസ് ആണ്. ഈ ഫീച്ചർ പ്രകാരം ഡിപ്പാർട്ട്മെൻറ്റ് ഹാവ് ദ ഫെസിലിറ്റി ടു സെൻഡ് മെനു ടു ദ സബ്സ്ക്രൈബേഴ്സ് ഇൻ പ്ലേസ് ഓഫ് എ സിമ്പിൾ ഫ്ലാഷ്. ഇപ്പം USSD വഴി നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാവുന്നത് UPI ID, മൊബൈൽ നമ്പർ, IFSC കോഡ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ഇത്രയും വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യമേ നമ്മൾ *99# അടിക്കണം, ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിന്ന്. ഇപ്പോൾ മണി സെൻഡ് ചെയ്യാനാണ് നമ്പർ 1 അടിക്കണം.
മൊബൈൽ നമ്പർ വഴി മണി സെൻഡ് ചെയ്യാനായിട്ട് വീണ്ടും നമ്പർ 1 നമ്മൾ സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബെനിഫിഷ്യറിയുടെ മൊബൈൽ നമ്പർ അടിക്കുക, എന്നിട്ട് കൺഫേം ചെയ്യുക. അത് കഴിഞ്ഞ് എമൗണ്ട് എൻ്റർ ചെയ്യണം, എന്നിട്ടത് കൺഫേം ചെയ്യണം. റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് കൊടുക്കുക, എന്നിട്ട് കൺഫേം ചെയ്യുക. അടുത്ത് നമ്മൾ UPI പിന്ന് കൊടുക്കണം. അപ്പോൾ ട്രാൻസാക്ഷൻ അത്ര സക്സസ്ഫുൾ ആകും. ഇപ്പോൾ USSD വഴി കിട്ടുന്ന സർവീസസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സർവീസ്, നോൺ ഫിനാൻഷ്യൽ സർവീസ്, വാല്യൂ ആഡഡ് സർവീസസ്. ഇപ്പോൾ ഫിനാൻഷ്യൽ സർവീസ് വരുന്നത് ഫണ്ട് ട്രാൻസ്ഫർ യൂസിങ് മൊബൈൽ നമ്പർ വരുന്നുണ്ട്, UPI ID വരുന്നുണ്ട്, ആധാർ നമ്പർ വരുന്നുണ്ട്, അക്കൗണ്ട് നമ്പർ വരുന്നുണ്ട്, മൊബൈൽ മണി ഐഡൻറ്റിഫയർ MMID വരുന്നുണ്ട്. നോൺ ഫിനാൻഷ്യൽ സർവീസസിൽ വരുന്നത് അക്കൗണ്ട് ബാലൻസ്, സെറ്റ് UPI പിന്ന്, ചേഞ്ച് UPI പിന്ന്, ലാസ്റ്റ് 5 ട്രാൻസാക്ഷൻസ്. വാല്യൂ ആഡഡ് സർവീസസിലാണ് വരുന്നതെങ്കിൽ ആധാർ ലിങ്കിങ് സ്റ്റാറ്റസ് വരുന്നുണ്ട്, PMJDY അക്കൗണ്ടിൻ്റെ ഓവർ ഡ്രാഫ്റ്റ് സ്റ്റാറ്റസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ പോയിൻറ്റ്സാണ് HDC ടെക്സ്റ്റിൽ USSDയെക്കുറിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം മിനിമം ഇത്രയെങ്കിലും പോയിൻറ്റ്സ് നോക്കി വെക്കുക. അപ്പം USSD നേരത്തെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ വീണ്ടും ആ ടോപ്പിക്കിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്തൊന്ന് കേട്ട് പഠിക്കുക. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണ് ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.